നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധിയേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമി എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമി എനിക്കേകിയോനെ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഏവർക്കും ചിന്താശകലം മോർണിംഗ് മെസ്സേജിലേക്ക് സ്വാഗതം. നന്ദി പറയുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നൽകപ്പെട്ട ആയുസ്സിനായും ആരോഗ്യത്തിനായും നന്മകൾക്കായും കഴിച്ച ഭക്ഷണത്തിനായും നമുക്ക് നന്ദി പറയാം. നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടാകട്ടെ. ദൈവത്തോട് ധിക്കരിക്കാതെ, ദൈവത്തോട് മറുചോദ്യങ്ങൾ ചോദിക്കാതെ, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ, അവൻ്റെ കീഴിൽ ബലമുള്ള കൈക്കീഴിൽ താന്നിരിപ്പാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപയും ശക്തിയും ബലവും തരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 98 അധ്യായം 1 വാക്യം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ വലം കൈയും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. 2, 4, 6 സെൻറ്റൻസിലൂടെയാണ് ഈ വാക്യം, 1 വാക്യം പൂർത്തീകരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ആ സെൻറ്റൻസിൻ്റെ ആ പുതിയ പാട്ടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ. പുതിയ പാട്ട്, പുതിയ പാട്ട് ഏവർക്കും കേൾക്കാൻ താല്പര്യമുള്ള ഒന്നാണ് പുതിയ പാട്ട് എന്ന് പറയുന്നത്. എന്നാൽ പഴയ പാട്ടുകൾ, അന്നത്തെ ദൈവഭക്തന്മാർ പാടിയ പഴയ പാട്ട് ഇന്നും അത് പുതുമയുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, അവരുടെ ജീവിതത്തിൽ ദിനംപ്രതി പുതുക്കം പ്രാപിച്ചിരുന്നു. ദിനംപ്രതി പുതുക്കം പ്രാപിക്കുമ്പോഴാണ് പാട്ടുകൾക്ക് പുതുക്കം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അന്നത്തെ പഴയ പാട്ടും ഇന്നത്തെ പുതിയ പാട്ടും തമ്മിൽ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ പഴയ പാട്ടുകൾ പിതാക്കന്മാർ അവരുടെ ജീവിതത്തിന് അനുഭവത്തിൽ നിന്ന്, കഷ്ടപ്പാടിൽ നിന്ന് ദൈവത്തെ മുറുകെ പിടിച്ചപ്പോൾ ദൈവം അവർക്ക് പുതിയ പാട്ട് കൊടുത്തു, ആ പുതിയ അനുഭവം കൊടുത്തു. ആ അനുഭവം അവർ മുറുകെ പിടിച്ചു. ആ അനുഭവം ഇന്നും പുതുക്കത്തോടെ, ആത്മാവിൻ്റെ പുതുക്കത്തോടെ അനേക ഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. 1. രണ്ടാമത്, ഒരു ദൈവപൈതലിന് എപ്പോഴും പുതിയ സാക്ഷ്യം ഉണ്ടായിരിക്കണം. പുതിയ പ്രവർത്തന മേഖല ഉണ്ടാകണം. പുതിയ ആത്മാക്കളുണ്ടാകണം. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മീനിനെ കൊണ്ടുവരുവിൻ. ഇപ്പോൾ പിടിച്ചത്, പഴയത് പിടിച്ചത് ഉണ്ടായിരിക്കാം, സ്തോത്രം. പക്ഷേ ശുശ്രൂഷയുടെ ഒരു ആത്മത്തിളക്കം നമുക്കുണ്ടാകട്ടെ. എപ്പോഴും ഇങ്ങനെ പഴയ പാട്ട് പഴയ രീതിയിൽ ഇങ്ങനെ പോകാനല്ല, പഴയ പാട്ട് പുതിയ അനുഭവത്തിലൂടെ കൂടി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മൾ നടത്തിയ വിധങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവന് നന്ദി കരയറ്റുവാനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു തഴക്കം വരരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എന്താ പറയുക, ഒരു സ്തോത്രം, ഒരു പഴയ രീതി, അതായത് ഒരു ആത്മത്തിളക്കമില്ലാതെ ഇന്നും ഒരു ചത്ത രീതിയിൽ പോകുന്ന അവസ്ഥ. ചത്ത മീനല്ല നമ്മൾ ഓരോ ദിവസങ്ങളിലും ആത്മാവിന് പുതുക്കം പ്രാപിച്ച് പുതിയ പാട്ട് പാടി നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാടുന്ന പോലെ, ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയ നാടിനോ ഏറ്റവും അടുത്താകിയാൽ, ആ പാട്ട് നമ്മൾ ഓർമ്മ വരികയാണ്. അതുകൊണ്ട് നമുക്ക് സംഗീതം പറഞ്ഞ പോലെ ഒരു പുതിയ പാട്ടുണ്ടാകട്ടെ, ഒരു പുതിയ വേലസ്ഥലം, ഒരു പുതിയ ശുശ്രൂഷ, ഒരു പുതിയ ആത്മാവിൻ്റെ അഭിഷേകം, സ്തോത്രം, ഒരു പുതുക്കത്തിൻ്റെ ആത്മാവ് നാം ഭരിക്കട്ടെ. ആ പഴയ ആ രീതിയൊക്കെ മാറ്റിക്കൊണ്ട് ഒരു പുതുക്കം പ്രാപിച്ച്
ഓടുവാൻ ദൈവം നമുക്ക് കൃപയും ശക്തിയും ബലവും തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് ഈ ആഴ്ച വെള്ളിയാഴ്ച നമുക്ക് വെട്ടിക്കര പ്രൊമോഷൻ മീറ്റിംഗ് ആണ്. പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഏവരും പങ്കെടുക്കണമേ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. 5 മണിയോടുകൂടി എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടികൾ പോകുന്നതായിരിക്കും. മാക്സിമം ആളുകൾ വരുവാൻ ശ്രമിക്കുമല്ലോ. അടുത്ത ബുധനാഴ്ച 11-ാം തീയതി നമുക്ക് ആർത്താറ്റ് പ്രൊമോഷൻ മീറ്റിംഗ് ആണ്. അതും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ട്രംപറ്റ് പത്രം ഒക്ടോബർ മാസത്തെ നമുക്ക് നവംബർ മാസത്തെ ഇറക്കാൻ സാധിച്ചിട്ടില്ല. ഈ ആഴ്ചയിൽ ഇറക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. സാമ്പത്തിക ഞെരുക്കമുള്ളത് കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശുശ്രൂഷകൾ മുടങ്ങിപ്പോകാതിരിക്കാൻ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് കയറുന്ന എല്ലാ വീടുകളും അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. സ്തോത്രം. നമ്മുടെ മിഷൻ എക്സ്പോ കടന്നു വരികയാണ്. അതിൻ്റെ ക്രമീകരണമൊക്കെ ഒരു മന്ദഗതിയിൽ നിന്ന് ഒരു സ്പീഡിലായി തീരുവാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പന്തലിൻ്റെ പണിയുടെ കാര്യം ഈ ആഴ്ചയിൽ സമവാക്യമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഞാൻ എക്സ്പോൻ്റെ വിഷയങ്ങൾ ഒന്ന് വായിച്ച് വിഷയങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. 1, നമ്മുടെ ശുശ്രൂഷകളിൽ ദൈവകൃപ വ്യാപരിക്കുവാൻ. 2, മിഷൻ ട്രെയിനിങ് കോഴ്സ് അനുഗ്രഹമായി തീരുവാൻ. 3, ആത്മനിറവുള്ള ദൂതുകൾക്കായി, സാമ്പത്തിക ആവശ്യങ്ങൾക്കായി, യാത്രാക്രമങ്ങൾക്കായി, ഹർത്താലുകൾ ഉണ്ടാകാതിരിക്കുവാൻ, ഭാരവാഹികൾ ഏക അഭിപ്രായത്തിൽ പ്രവർത്തിക്കുവാൻ, പന്തലും പരിസരവും ദൂതന്മാരുടെ കാവലിൽ ആകുവാൻ, പ്രയർ അംഗങ്ങളെ ഓർത്ത്, സ്റ്റാൾ ശുശ്രൂഷകൾക്കായി, മുഴുരാത്രി പ്രാർത്ഥനയ്ക്കായി, സുശേഷകർക്കുള്ള ബൈബിൾ ക്ലാസ്സുകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നമ്മുടെ പ്രധാന പ്രസംഗരായിരിക്കുന്ന പാസ്റ്റർ ജോയ് എം തോമസ്, ബ്രദർ ജോയ് ജോൺ ബാംഗ്ലൂർ, സിസ്റ്റർ ലില്ലി വർഗീസ്, ബ്രദർ തോമസ് മാത്യു കാട്ടാക്കട, ഇത്രയും ശുശ്രൂഷകളും ഇത്രയും കർത്താവിൻ്റെ വേലക്കാരും ഒരുമിച്ച് കരങ്ങളെ കോർത്തുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ മുന്നേറുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക മിഷണറി യാത്രകൾ അവരുടെ ടിക്കറ്റൊക്കെ എടുക്കുവാനുള്ള കൃപ ലഭിക്കാൻ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. കരുതുന്ന കർത്താവ് നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പുതുക്കത്തിന് പാട്ടുണ്ടാകുവാൻ, ഒരു പുതിയ പാട്ട് പാടുവാൻ, ചത്ത അവസ്ഥയിൽ നിന്ന് ജീവനാവസ്ഥ കടന്നു വരുവാൻ, ഒരു അഭിഷേകത്തിൻ്റെ തിരമാല അടിക്കുവാൻ തക്കണം, ഒരു അഭിഷേകത്തിൻ്റെ ഒരു കാറ്റ് വീശുവാൻ തക്കണം, അഭിഷേകത്തിൻ്റെ കൊടുങ്കാറ്റ് വീശാൻ തക്കണം. ദൈവം ഞങ്ങൾ സഹായിക്കണേ കർത്താവേ. ഞങ്ങളുടേതായിട്ടുള്ള അപര്യാപ്തത, ഞങ്ങളുടേതായിട്ടുള്ള കർത്താവ് ഞങ്ങളുടെ ബലഹീനത വകവയ്ക്കാതെ കർത്താവ് പുതുക്കത്തിൽ ഓടുവാൻ കർത്താവിന് കൃപ തരണേ കർത്താവ്, ഒരു അഭിഷേകം തരണേ കർത്താവ്. 2024 അവസാന ദിവസം കടക്കുമ്പോഴൊക്കെയും കർത്താവ് ഞങ്ങൾ ക്രമീകരിക്കുന്ന ഓരോ കൺവെൻഷനുകളും പ്രമോഷൻ മീറ്റിങ്ങുകളും കർത്താവ് മറ്റ് സംഘങ്ങളുടെ എല്ലാ മീറ്റിങ്ങുമൊക്കെ അനുഗ്രഹമായി തീരുവാൻ, പ്രത്യേകം യൂണിയൻ സംഘത്തിൻ്റെ മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാൻ, കർത്താവ് യൂണിയൻ ക്രിസ്ത്യൻ സംഘത്തിൻ്റെ മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാൻ ദൈവം ഞങ്ങൾ സഹായിക്കണമേ. ബലപ്പെടുത്തുന്ന കർത്താവ് അനുഗ്രഹിക്കണേ, കൃപയെ സൂക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ